മാണിക്യം, നീ പറഞ്ഞതുപോലെ ഹൗസിംഗ് കോളനിയിൽ നിന്ന് എല്ലാ ആൾക്കാരെയും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്ഥലത്ത് ആന്റണി ബോംബ് വെച്ചിട്ടുണ്ട്. വെക്കട്ടെ. ഭാഷാഭായ്, ആന്റണി പീപ്പിൾ വെൽഫെയർ ട്രസ്റ്റിന് ബോംബ് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ചെയ്യട്ടെ. ഭാഷാഭായ്, ആന്റണിയുടെ കൂട്ടത്തിലുള്ള ബാബു നമ്മുടെ ആളാന്ന് ആന്റണിക്ക് മനസ്സിലായി. ആന്റണി അവനെ കൊല്ലാൻ പോകുന്നു. പോകട്ടെ. ആന്റണി, മാർക്ക് ആന്റണി, എന്റെ ആളുകളെല്ലാം നിന്റെ കയ്യിൽ. ഒരു വലിയ കൂട്ടം തന്നെ. കൂട്ടം കൂട്ടിയതുകൊണ്ടൊന്നും വെല്ലാൻ പറ്റില്ല മോനെ. ഈ ആന്റണി ഒറ്റൊരുത്തൻ മതി. 1000 പേർക്ക് സമമാണ്. നിന്റെ സാമ്രാജ്യം തന്നെ നശിപ്പിച്ചു. ഓക്കെ ആന്റണി. ആന്റണി. ഭാഷ, നിങ്ങളെ പറ്റി പേപ്പറിൽ എന്തൊക്കെയോ വന്നിട്ടുണ്ടല്ലോ. ഒന്ന് പേപ്പർ എടുത്ത് നോക്ക്. ഭാഷ, മാണിക് ഭാഷ. എന്താ പറഞ്ഞേ? കൂട്ടം കൂട്ടിയവനെയൊക്കെ വെല്ലാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അത് നേരാ. എന്നാൽ എന്റെ കയ്യിലിരിക്കുന്ന കൂട്ടം ഞാൻ കൂട്ടിയ കൂട്ടമല്ല. അത് സ്നേഹത്താൽ വളഞ്ഞ കൂട്ടങ്ങളാണ്. എന്റേത് തനിച്ചുള്ള സാമ്രാജ്യമാണ്. അതാണ് സ്നേഹ സാമ്രാജ്യം. അതാർക്കും നശിപ്പിക്കാൻ കഴിയില്ല. ഞാനൊന്ന് പറഞ്ഞില്ലേ, 7 ദിവസത്തിനകം നിന്റെ കഥ തീർക്കുമെന്ന്. ഇന്ന് 7ാമത്തെ ദിവസമാ. നിന്റെ കഥ കഴിഞ്ഞു. കുറച്ച് സമയത്തിനുള്ളിൽ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് പോലീസ്. നിന്റെ തറവാട്ടിലേക്ക് ആനയിച്ചുകൊണ്ട് പോകാൻ. ഇന്നത്തെ ദിവസം ഈ മാണിക് ഭാഷയുടെ മഹത്തായ ദിവസം. എന്റെ ആത്മസുഹൃത്ത് അൻവർ ഭാഷയ്ക്ക് ശാന്തി കിട്ടുന്ന ദിവസം. ഞാനൊന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ? നല്ലവരെ ദൈവം പരീക്ഷിക്കും, എന്നാൽ കൈവിടില്ല. പക്ഷെ ദുഷ്ടന്മാർക്ക് വാരിക്കോരി കൊടുക്കും. അത് തിരിച്ചെടുക്കുകയും ചെയ്യും. കണ്ടില്ലേ നിന്നെ കൈവിട്ടത്? മുബാറക് ഭാഷാഭായ്, മുബാറക്. ഞാൻ നിന്നെ സമ്മതിച്ചു. കഴിവുള്ളവനാ. എന്നാൽ എത്ര കഴിവുള്ളവനായാലും ഒരു ചെറിയ തെറ്റെങ്കിലും ചെയ്യും. നീ ചെയ്ത തെറ്റെന്താണെന്നറിയോ? നിന്റെ അച്ഛനെ എന്നെ ഏൽപ്പിച്ചതാ. പോലീസ് എത്തും മുമ്പ് നീ ഒറ്റയ്ക്ക് ഇവിടെ വന്നില്ലെങ്കിൽ അച്ഛ എന്ന് വിളിക്കാൻ നിനക്ക് ആളുണ്ടാകില്ല. ക്ഷമിക്കണം രാമചന്ദ്ര, എനിക്ക് വേറെ വഴിയില്ല. മാണിക്യം, ഇങ്ങോട്ട് വരരുത്. പോ രാമചന്ദ്ര. മാണിക്യം, പോ രാമചന്ദ്ര. എന്താ ചെയ്യുന്നേ? ആന്റണിയുടെ കുടുംബത്തെ കൊന്നത് ഭാഷയാണ്. അങ്ങനെ പറയണം. മാണിക്യം, മാണിക്യം, ഇങ്ങോട്ട് പാടാ. മാണിക്യം, നിന്റെ അനിയനെയും പെങ്ങന്മാരെ നല്ലവണ്ണം പഠിപ്പിക്കണം, ഡോക്ടറാക്കണം.
ഇൻസ്പെക്ടർ ആക്കണം. നല്ല കുടുംബത്തിൽ കല്യാണം കഴിച്ച് അവരെ അയക്കണം. അത് നീ ചെയ്യില്ലേ? നിറവേറ്റാം, തീർച്ചയായും നിറവേറ്റാം അച്ഛാ. ഭാഷയായിട്ടല്ല, മാണിക്യമായിട്ട് വേണം. ഭാഷ വേണ്ട, മുംബൈ വേണ്ട. അച്ഛാ, ഇവിടുന്ന് പോ, എങ്ങോട്ടെങ്കിലും പോ. എനിക്ക് സത്യം ചെയ്തതാ. സത്യം അച്ഛാ. ഇനി മുതൽ ഞാൻ ഭാഷയല്ല അച്ഛാ. അച്ഛാ, 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 അച്ഛാ. കൃഷ്ണമൂർത്തി, മാണിക്യം, മാണിക് ബാഷായുടെ അച്ഛൻ മരിച്ച ദിവസം ബാഷയും മരിച്ചുപോയി. അവൻ ഈ ലോകത്തിലേ ഇല്ല. എന്താ പറയുന്നത്? നാടൊട്ടാകെ അതിനുള്ള ഏർപ്പാട് ചെയ്യേ. ശരി. ഹോസ്പിറ്റലിൽ ICUവിൽ ഉണ്ടായിരുന്ന 3 പേരും ഈശ്വരകാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പ്രിയ, ഈ നേരത്തെ എങ്ങോട്ടാ പോകുന്നത്? എന്റെ ഇഷ്ടം, ഞാൻ എവിടെ വേണമെങ്കിലും പോകും. അങ്ങനെ പോകാൻ ഒക്കോ മോളെ, പക്ഷേ ആ ഓട്ടോക്കാരൻ്റെ അടുത്ത് മാത്രം പോകാൻ പാടില്ല. ഓഹോ, മനസ്സിലായില്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ അടുത്താ പോണേ. അദ്ദേഹത്തെ ഞാൻ കല്യാണം കഴിക്കും, അദ്ദേഹത്തോടൊപ്പം ഞാൻ ജീവിക്കും. മോളെ പ്രിയേ, നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഈ സ്വത്തെല്ലാം നിന്റെ പേരിലല്ലേ? അത് ആ ഓട്ടോക്കാരൻ കൊണ്ടുപോകാൻ മാത്രം ഞാനെന്താ മണ്ടനാണ്? നാളെ നിന്റെ കല്യാണമാണ്, രാവിലെ 9 മണിക്ക്. ഇവനാ നിന്റെ ഭർത്താവ്. ഇനി മുതൽ നീയും ഇവിടെ ഉണ്ടാവും, ഈ വിഡയും ഇവിടെ തന്നെ ഉണ്ടാവും, എന്റെ സ്വത്തും എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. നീ ഒരു അച്ഛനാണോ? ഞാൻ അങ്ങനെ പറഞ്ഞ നീയല്ല എങ്ങനെ വിളിക്കുന്നത്? ഞാൻ ഈ വീട് വിട്ട് പോവാ. ഇനി നീ എങ്ങോട്ടും പോകും. നാളെ രാവിലെ 9 മണിക്ക് അച്ഛനെന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. അതിനകം നിങ്ങൾ വന്ന് എന്നെ രക്ഷിച്ചില്ലെങ്കിൽ എന്റെ കഴുത്തിൽ താലി കയറും, പക്ഷെ ജീവൻ ഉണ്ടാവില്ല. എന്നെ കുറിച്ച് അറിയാലോ, വന്ന് എന്നെ രക്ഷിക്കുമല്ലോ. മാണിക്യം, പ്ലീസ്, മാണിക്യം വന്ന് എന്നെ രക്ഷിക്കേ. മാണിക്യം, പ്ലീസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. ध्रुवं देवो बृहस्पतिः ध्रुवं दयन्द्रस्याग्रस्तराष्ट्रम्